നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്തായി കാണിച്ചേ? എന്റെ ചങ്കടിച്ചു പോയി. അമ്മ എങ്ങനെ കണ്ടിരുന്നെങ്കിലുള്ള അവസ്ഥ നിനക്കറിയോ? മോളെ അമ്മ പിന്നെ നിന്റെ അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മ പോയില്ലേ ഇതുവരെ? ഞാൻ ഈ തുണിയെല്ലാം മടക്കട്ടെ. എടി അതല്ല, വേറൊരു കാര്യം ചോദിക്കാനാ. ഒരു കാര്യം എന്താ? കുറച്ച് മോര് കറിയും കൂടി എടുക്കട്ടെ? അമ്മ എന്ത് വേണമെങ്കിലും എടുത്തോ. അല്ലെങ്കിൽ ഇപ്പൊ മോര് കറിയാ നല്ലത്. ഞാൻ കടുക് ഓർത്തോലേ എണീക്കട വൃത്തിയിട്ടവനെ. ആ എന്നാ ഞാൻ മോര് കറിയും കൂടി എടുക്കാം. അതെ, തന്റെ അമ്മ എന്തൊരു ശല്യോടോ. എന്റെ അമ്മയെ പറഞ്ഞോണ്ടല്ലോ കൊല്ലു ഞാൻ. നീ എന്തിനാ എന്റെ മുറി കയറിയത്? ഞാൻ പിന്നെ എന്ത് വേണം? ഞാൻ വിളിച്ച നീ ഫോൺ എടുക്കില്ല, മെസ്സേജ് അയച്ച മറുപടി ഇല്ല. നീ എന്റെ ഡ്രസ്സിന്റെ മോളിൽ നിന്ന് എണീറ്റേ ഇത് മൊത്തം ചീത്താക്കി. നീ എണീറ്റേ, എണീക്ക് അങ്ങോട്ട്. എണീറ്റ് വാടാ, എണീക്ക്, എണീക്ക് അങ്ങോട്ട്. ശ്രേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണം. നമ്മുടെ കാര്യത്തില് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എനിക്കൊന്നും കേക്കട്ടെ. നീ ആദ്യം ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോ. എനിക്ക് പറയാനുള്ളത് താൻ കേൾക്കാതെ ഞാൻ ഈ മുറിയിൽ നിന്ന് പോവില്ല. അത് പറ്റില്ല. നീ ഇപ്പൊ പോണം. ഞാൻ നിന്നെ വിളിക്കാം. നമുക്ക് ഫോണിൽ സംസാരിക്കാം. നീ ഇനി എന്നെ പറ്റിക്കും. നീ ഫോൺ എടുത്തില്ല ഞാൻ ചെയ്യും. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. വേഗം ഒന്ന് ഇറങ്ങിപ്പോ. അമ്മ എങ്ങനെ കണ്ടാലുണ്ടല്ലോ ഈ വീട് മൊത്തം പൊട്ടിത്തെറിക്കും. നടക്കങ്ങോട്ട്. വേണ്ട, ഒന്നും പറയണ്ട. വേണ്ടെന്ന്. എന്റെ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. ഇവൾക്ക് ഇതെന്ത് പറ്റി? എന്താ ഒരു വിഷമം? നിങ്ങൾ അവനെ അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ചും തല്ലണ്ടായിരുന്നു. ഓ, അതാണോ നിന്റെ വിഷമം? അതൊട്ടും ശരിയായില്ല. ശരിയായില്ലെങ്കിൽ ശരിയായ രീതിയിൽ രണ്ടെണ്ണം കൊടുക്കാം. അപ്പൊ ചിലപ്പോ അവൻ ശരിയാവും. അതിനവൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, കല്യാണ പ്രായമായ ചെക്കനാ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തല്ല് മേടിക്കുന്നതേ അവന് നാണക്കേടല്ലേ? അങ്ങനെ നാണം കെടാതിരിക്കണമെങ്കിൽ നാണക്കേട് കിട്ടുന്ന പണി അവൻ ചെയ്യരുതായിരുന്നു. അവൻ നമ്മുടെ മകനല്ലേ. അവനൊരു നാണക്കേടുണ്ടായാ അത് നമ്മളെയും ബാധിക്കില്ലേ? അല്ല, അവന് നാണക്കേടുണ്ടായാൽ അതിന് അവന് മാത്രമാണ് ബാധ്യത. അല്ലാതെ നമ്മൾ അതിന് ഉത്തരവാദിയല്ല. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് അവൻ തന്നെയല്ലേ. അനുഭവിക്കട്ടെ. അതിരിക്കട്ടെ, അവന്റെ മനസ്സിലെ പെണ്ണാരാണെന്ന് നീ ചോദിച്ചോ? എങ്ങനെ ചോദിക്കാൻ? അവൻ എന്നോടൊന്ന് സംസാരിക്കുന്ന പോലുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് ആരാണെന്ന് നമുക്കറിയണം. ഏട്ടത്തിക്ക് അത് എത്ര വിഷമമായി കാണുമെന്ന് എനിക്കറിയാമോ? അവൻ അഞ്ജനയെ വിവാഹം കഴിച്ച് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു. വേറെ കണക്കൂട്ടലുണ്ടായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏട്ടത്തി ആഗ്രഹിച്ചത് വളരെ സത്യസന്ധമായിട്ടാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഭയപ്പെടുത്തി അനുസരിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ഇക്കാലത്ത് ചെറിയ കുട്ടികളെ പോലെ അനുസരിപ്പിക്കാൻ വളരെ പ്രയാസമാ. പിന്നെ ഈ പോത്തുപോലെ വളർന്ന ഇവനെ അവന്റെ വഴിക്കങ്ങ് വിട്ടേക്ക്. അങ്ങനെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അഞ്ജനയെ അവൻ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷേ നമുക്കും കൂടി ഇഷ്ടമല്ലാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. ജീവിതകാലം മുഴുവൻ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയാണവൾ. അത് നീ മറന്നുപോരുത്. ഇതൊക്കെ അവനോട് പറയാനല്ലേ പറ്റൂ. അവൻ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യതേട്ടാ, ഇനി അവന് മറ്റൊരു കല്യാണം ആലോചിക്കാൻ നിൽക്കണ്ട. അവൻ ഇഷ്ടമുള്ള കല്യാണം തന്നെ നടത്തി കൊടുക്കാം. ഇതിൽ കൂടുതൽ നിർബന്ധിച്ച അവൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോവും. നമുക്ക് നമ്മുടെ മോനെ നഷ്ടമാവും. ആ പെണ്ണാരാണെന്ന് നമുക്കറിയണം.
നീ ചോദിച്ചാൽ അവൻ പറയും. അതിന് നീ ഏതടവെടുത്താലും ഒരു കുഴപ്പമില്ല. ഞാൻ അച്ഛനല്ലേ, എനിക്ക് അവന്റെ മുമ്പിൽ താഴുന്നതിന് ഒരു പരിധിയില്ലേ? നയത്തിൽ ചോദിച്ചാൽ മതി. അതറിഞ്ഞിട്ട് എന്തു വേണമെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. മക്കൾ തന്നോളം വളർന്നാൽ അവനെ താനെന്ന് വിളിക്കണമെന്നാ പറഞ്ഞിട്ടെന്താ? നമ്മുടെ മോൻ നമ്മളെക്കാൾ ഒരുപാട് മുകളിൽ പോയി. വളർന്നു വളർന്ന് ഒത്തിരി മുകളിൽ. അവനോട് ഇനി ഞാൻ എങ്ങനെ ചോദിക്കും? ആ പെണ്ണാരായാലും അവള് മിടിക്കുക. എന്റെ മോനെ അവള് മയക്കെടുത്ത് കളഞ്ഞില്ലേ? പവിത്രൻ സാർ എന്തിനാ SI കരുണൻ അങ്കിളിനോട് ഗുണ്ടകളെ പിടിക്കാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യാന്ന് പറഞ്ഞത്? തെറ്റിദ്ധരിപ്പിക്കാനാണോ? അതോ പവിത്രൻ സാറിന് ഇതിലൊരു പങ്കുമില്ലേ? ഇനി മറ്റാരെങ്കിലും പവിത്രൻ സാറിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഞാൻ പവിത്രൻ സാറിനെ സംശയിച്ചപ്പോ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെട്ടു പോയതാണോ? ശ്ശേ. അതെ, എനിക്ക് വേഗം പോണം. ഈ രാത്രിയിൽ നമ്മളെ രണ്ടുപേരെയും ഇവിടെ ആരെങ്കിലും കണ്ടാ പിന്നെ കൊലപാതകം നടക്കും, വേറൊന്നും വേണ്ട. അങ്ങനെ ഒരു കൊലപാതകവും ഇവിടെ നടക്കില്ല. ആര് വന്നാലും ഞാൻ നല്ല നെഞ്ചു വിരിച്ച് വെട്ടി തുറന്നു പറയും. എന്തു പറയും? എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അയ്യടാ, എന്തൊരു ധൈര്യം! ഒരു കാര്യം എനിക്ക് ഉറപ്പായി. എന്ത് കാര്യം? ഞാൻ തന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി താൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ശരിയല്ലേ? അതെങ്ങനെ മനസ്സിലായി? ആരെങ്കിലും കാണും. താൻ എന്നെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തില്ലല്ലോ. അത് സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ എനിക്ക് ചീത്തപ്പേരുണ്ടാവുമെന്ന് പേടിച്ചിട്ടാ. താൻ എന്റെ മുറി കയറി നാളെ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഓ, അത് ശരി. അപ്പൊ സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലേ? അങ്ങനെ 100% പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ സ്നേഹമുണ്ട്. എങ്കിലേ ആ സ്നേഹം ഞാനൊന്ന് ഉറപ്പിക്കാൻ പോവാ. എങ്ങനെ?